പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ താൻ മരിക്കുന്നതിന് മുൻപായിട്ട് അന്ത്യപെസഹ ഭക്ഷണം ശിഷ്യരോടൊത്ത് കഴിക്കുന്നതിനെ അത്യധികമായി ഞാൻ ആഗ്രഹിച്ചു എന്നാണ് അവിടുന്ന് പറയുന്നത്. അവിടുന്ന് പറഞ്ഞതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നു. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും അത് അത്യധികമായിട്ട് അവിടുന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ പീഡാനുഭവം മരണത്തിന് മുൻപായിട്ട് ഈ പെസഹ ഭക്ഷിക്കണമെന്ന്. അങ്ങനെ അവരെല്ലാവരുമായിട്ട് ഭക്ഷിച്ചിട്ട് 116 സങ്കീർത്തനം 12, 16, 17 വാക്യങ്ങൾ അവയും ആലപിച്ചുകൊണ്ട് അവിടുന്ന് ഗെത്സമേൻ തോട്ടത്തിലേക്കാണ് പോയത്. ഇവിടെ ഗെത്സമേൻ തോട്ടം എന്ന് പറയുമ്പോൾ കെദ്രോൺ വാലിയുടെ താഴ്വര നീർച്ചാലുണ്ട്. ആ നീർച്ചാലിൻ്റെ അപ്പുറമാണ് ഗെത്സമേൻ തോട്ടം. ജെറുസലേമിനും കുന്നിനും ഇടയ്ക്ക്, ആ മലയ്ക്കും ഇടയ്ക്കുള്ള ഒരു നീർച്ചാൽ. അത് വേനൽക്കാലത്ത് വറ്റി വരളുന്ന ഒരു നീർച്ചാൽ. പിന്നെ ആ നീർച്ചാലിൻ്റെ ആ അടയാളം മാത്രമേ കാണുകയുള്ളൂ. വെള്ളം മറ്റ് അതായത് വേനൽക്കാലത്ത് കാണത്തില്ല. മഴക്കാലത്തും മറ്റ് വിൻ്റർ കാലത്തുമൊക്കെയാണ് അത് കാണുന്നത്. അവിടെ വെള്ളം ധാരാളം കാണും. അപ്പോൾ അതിനപ്പുറമാണ് പോയത്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ ശിഷ്യരൂപത്ത് പോയി. അപ്പോൾ ഈ കർത്താവ് അവിടെ എപ്പോഴും കൂടുന്നതായിട്ട് ശിഷ്യർക്ക് എല്ലാവർക്കും തന്നെ അറിയാം, യൂദാസിനും അറിയാം. അപ്പോൾ യൂദാസ് അവിടെ അവരെയും കൊണ്ട് എത്തുന്നുണ്ട്. അതിനു മുൻപ് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് 3 പ്രാവശ്യം ശിഷ്യന്മാരെ മാറ്റി അവിടെ നിർത്തി, നിങ്ങളിവിടെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അല്പാകലെ പോയി ഏകാന്തനായി പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞ് പിതാവിനോട് സംസാരിക്കാനായിട്ട് പോയിരിക്കുകയാണ്. കാരണം തൻ്റെ പിതാവ് അയച്ച തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് ആ തിരുവെഴുത്തുകളെല്ലാം പൂർത്തിയാണ്. ഇതുവരെ ഉള്ളതെല്ലാം പൂർത്തിയായി. ഇനിയും അതെല്ലാം പൂർത്തിയാകേണ്ടുന്നതിന് വേണ്ടി മുഴുവനും ബാക്കിയുള്ളവയും കൂടെ പൂർത്തിയാകേണ്ടതിന് വേണ്ടി താൻ കുരിശിൽ ബലിയായിട്ട് തന്നെ സമർപ്പിക്കണം. അങ്ങനെ ബലി ഹിംസ നിന്നു, ഇനി അഹിംസയാണ്. ഒരു മൃഗവും ഇനിയും പാപപരിഹാരത്തിനെന്നും പറഞ്ഞ് കൊല്ലപ്പെടുകരുത്. ഒരു പുരോഹിതനും ബലിയർപ്പിച്ചിട്ട് ദിവസം തോറും പാപപരിഹാരത്തിനായിട്ട് രക്തം ചൊരിഞ്ഞ് മൃഗത്തിൻ്റെ രക്തം കൊണ്ട് ബലിയർപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല. അത് എല്ലാത്തിൽ നിന്നുമുള്ള ഒരു മോചനം കർത്താവ് അവിടുന്ന് സ്ഥാപിച്ചു. താൻ തന്നെ ബലിയായി തൻ്റെ ശരീരവും തൻ്റെ രക്തവും തന്നെ ഭക്ഷിക്കാൻ കൊടുത്തു. അത് ഭക്ഷണമായിട്ട് പ്രതീകമായിട്ട് അപ്പവും വീഞ്ഞും തന്നെ. അത് ഇനിയും ദിവസവും അത് അനുവർത്തിക്കണമെന്നാണ് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നത്. വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും അതനുസൃതം സഭകളിൽ അത് ഓർമ്മിപ്പിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സഭകളെ ഉള്ളൂ നിലനിൽക്കുന്നത്. അതാണ് യഥാർത്ഥ സഭ, ക്രിസ്തു സ്ഥാപിച്ച സഭ. ആ സഭ അനുസ്യൂതം അന്യൂനം അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവൻ പ്രാപിക്കുന്നു നാം ഓരോരുത്തരും, വിശ്വാസികൾ ഓരോരുത്തരും. അപ്പോൾ അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് 116 സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് അവർ പെസഹ ഭക്ഷണം കഴിഞ്ഞിട്ട് അവിടുന്ന് പോയത് ഗെത്സമേൻ തോട്ടത്തിലോട്ടാണ്. അവിടെ പോയിരുന്ന് അപ്പോൾ ഒലിവ് മലയുടെ താഴെയാണ്. അവിടുന്ന് അല്പം മാറി മുകളിലോട്ട് പിന്നെയും പോയാൽ ആണ് ജെറുസലേം കുന്നല്ല മലയാണ്. അപ്പോൾ അവിടെ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരിന്ന് പ്രാർത്ഥിക്കുകയാണ് ശിഷ്യന്മാർ. കർത്താവ് പ്രാർത്ഥിച്ചു. അത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അവിടുന്ന് ചങ്കുപൊട്ടി കരഞ്ഞു. കാരണം കർത്താവ് ഇതെല്ലാം പിതാവ് കാണിച്ചു കൊടുത്തു. അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇന്നേത് വിധത്തിൽ എല്ലാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതെല്ലാം ബലി അർപ്പിക്കുന്നെങ്കിലും പൂർണ്ണ മനുഷ്യനായിട്ട് ബലി അർപ്പിക്കണം. പൂർണ്ണ മനുഷ്യനായിട്ട് താൻ ബലിയാകണം, ആ ബലിമൃഗമാകണം. അതിന് ഒരു പച്ചയായ മനുഷ്യനെ പോലെ തന്നെ ആ സഹനങ്ങളെല്ലാം ഉണ്ടാകണം. അതുകൊണ്ട് എന്തു ചെയ്യണം? ഇതുവരെയും പിതാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ സംരക്ഷണം
അവിടെ എപ്പോഴും കർത്താവിനോട് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും അവർ കൊല്ലാൻ പോയപ്പോഴൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ടത്. 4 തവണ അദ്ദേഹത്തെ കൊല്ലുന്നതിന്, യേശുവിനെ കൊല്ലുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചതാണ്. കൊല്ലാൻ നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് ശ്രമിച്ചു. പിന്നെ പലപ്പോഴും അവർ കല്ലുകളെടുത്തു അവിടുന്ന് തള്ളിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചു, പിടിച്ച് ബന്ധിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ 4 പ്രാവശ്യം ശ്രമമുണ്ടായി. അപ്പോഴെല്ലാം കർത്താവിൻ്റെ ശക്തിയാൽ, അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ അസ്തപ്രജ്ഞരായി ആവുകയും കർത്താവ് അവിടുന്ന് മാറുകയും ചെയ്തു. ആ സ്ഥലത്ത് നിന്ന് മാറാനും സാധിച്ചു, അവരാരും അറിയാതെ തന്നെ. അപ്പോഴങ്ങനെ ഇനിയും ഇല്ല. ഈ 1 മണിക്കൂർ ആ ബലി കുരിശിൽ കിടക്കുന്ന ആ സമയത്ത് അത് സഹിച്ചേ പറ്റുകയുള്ളൂ. ആ 1 മണിക്കൂറും കർത്താവിന്, ദൈവത്തിന് പ്രിയപ്പെട്ടാണ്. വേദനാജനകമെങ്കിലും അവിടുന്ന് അത് പിതാവ് അത് അനുവദിച്ചെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് പിതാവ് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴാണ് വിശുദ്ധ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്ക പറയുന്നുണ്ട്, അവൻ്റെ ഈ വേദന കാരണം കർത്താവ് അവിടെ രക്തം വിയർത്തു എന്നാണ്. രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് തുള്ളികൾ വീണു എന്ന് പറയുന്നു. 22-ാം അധ്യായത്തിൽ തീവ്ര വേദനയിൽ അവൻ മുഴുകി ആണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്നാലും കർത്താവ് പറഞ്ഞു, അപ്പോൾ ആ വേദനയിൽ കർത്താവ് പറഞ്ഞു, ഈ മണിക്കൂർ എനിക്ക് മാറ്റിത്തരണം, ഈ പാനപാത്രം മാറ്റിത്തരാൻ കഴിയുമെങ്കിൽ, അത് എൻ്റെ തീർത്തുള്ള അപേക്ഷയല്ല, കഴിയുമെങ്കിൽ, അത് ആവശ്യമാണെങ്കിൽ ഞാൻ ചെയ്തു കൊള്ളാം എന്നതാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ആ രക്തത്തുള്ളികൾ പോലെ 22:44 വാക്യത്തിൽ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. കാരണം ലൂക്ക മാത്രമാണ് അത് പറയുന്നത്. കാരണം ലൂക്ക ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർക്കറിയാം ആ അതികഠിനമായ വേദനയാണ് യേശു അവിടെ അനുഭവിച്ചത്. ഇന്ന് വരെ ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടില്ലാത്ത തീവ്രവേദന. ആ വേദന കാരണം കർത്താവ് പിതാവുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുക എന്നുള്ളത് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ, അതിനു മുൻപ് തന്നെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര യുഗങ്ങൾക്ക് മുൻപായിട്ട് തന്നെ താൻ ദൈവമുണ്ടോ, ദൈവത്തിൻ്റെ കൂടെ തന്നെയാണ് പുത്രനും പരിശുദ്ധാത്മാവും. ആ ബന്ധം വേർപെടുത്തുക എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് അവിടുന്ന് ആ കഠിനമായ തീവ്രവേദനയിൽ മുഴുകിയത്. പിന്നെ അതുകൂടാതെ തന്നെ ഒന്നും കൂടെ ഉണ്ട്, മനുഷ്യവർഗത്തിൻ്റെ പാപം, മനുഷ്യവർഗത്തിൻ്റെ വിശ്വാസരാഹിത്യം. അത് താൻ ഇത്രയും വില കൊടുത്ത് തൻ്റെ മുഴുവൻ രക്തവും ചിന്തി, ഒരു തുള്ളി പോലുമില്ല ചിന്തി താൻ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ അത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, അവൻ്റെ 2ാം ജന്മത്തിന് വേണ്ടിയായിരുന്നു, അവൻ വീണ്ടും ജനിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ അവൻ അത് ഉപയോഗിക്കാതെ വീണ്ടും വിശ്വാസരാഹിത്യത്തിലേക്ക് പോകുന്നു. താൻ സ്ഥാപിച്ചെടുത്ത് നിൽക്കാതെ പല വഴിക്കായിട്ട് സാത്താൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് പല സഭകളെന്നും കൂട്ടായ്മകളെന്നുള്ള രീതിയിലെല്ലാം പോകുന്നു. ഇതെല്ലാം കർത്താവ് അവിടുന്ന് കണ്ടു. അങ്ങനെ ആ വേദനയും ഈ 2 വേദനയും കൂടെ ആയപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ധമനികളൊക്കെ പൊട്ടുകയായിരുന്നു, പൊട്ടി രക്തം വിയർത്തു. അതാണ് ലൂക്ക ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കുന്നതാണ്. ആധുനിക ശാസ്ത്രത്തിലും പറഞ്ഞ അത്രയ്ക്ക് കഠിനമായ വേദനയിൽ ധമനികൾ പൊട്ടും, ആ രക്തം ശരീരത്തിലൂടെ ആകെ രോമകൂപങ്ങളിൽ കൂടി വിയർപ്പ് വരുന്നതിന് പകരം അതുപോലെ വരും. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ 3 പ്രാവശ്യം അത് ശിഷ്യന്മാരെ ചെന്ന് കണ്ടു. കുറേ അരമണിക്കൂർ എന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെയും അവിടെ ചെല്ലുന്നു. അവരെ നോക്കുമ്പോൾ, പ്രിയപ്പെട്ട ശിഷ്യരെ നോക്കുമ്പോൾ അവർ കിടന്ന് ഉറങ്ങുകയാണ്. അവർ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ നമ്മളെപ്പോലെ തന്നെ സാത്താൻ അവരിലെ നിദ്രാഭാരം അവരെ തഴുകി ഉറക്കുകയാണ്. ആ നിദ്രാഭാരം, ക്ഷീണം അവരെ ഉറക്കിയപ്പോൾ കർത്താവ് ചോദിക്കും, നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല അല്ലേ എന്ന്. അപ്പോൾ ഉണർന്ന് പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതെ എന്ന് കർത്താവ് അവരോട് പറയുന്നു. 2ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അപ്പോൾ ഇത് വീണ്ടും കർത്താവ് കാണിക്കുന്നു, അത് അത്യാവശ്യമാണ്, അതിനു വേണ്ടിയല്ലേ നീ
ഭൂമിയിലേക്ക് നിന്നെ അയച്ചത്, നീ വന്നത് എന്നിൽ നിന്ന് പിരിഞ്ഞ് വന്നത് അതിനു വേണ്ടിയാണല്ലോ. അതിരിക്കണം. അപ്പോഴാണ് പറഞ്ഞത്, അത് അങ്ങയുടെ ഹിതം തന്നെ നിറവേറട്ടെ. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവരെ വിട്ട് 3-ാം പ്രാവശ്യം പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു. പിന്നെയും അവൻ വന്നു. അപ്പോൾ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയം അടുത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. കർത്താവിന് ആദ്യം മുതൽ തന്നെ ഇതറിയാമായിരുന്നു. 12 വയസ്സിലെ സംഭവം, ദേവാലയത്തിൽ വെച്ചുള്ള സംഭവം, അത് ഹൃദയംഗമായിട്ട് അത് വായിക്കുന്നവർക്ക് അത് ഗ്രഹിക്കാൻ കഴിയും. കർത്താവിന് അന്ന് മുതൽ അറിയായിരുന്നു താൻ ആരാണ്, എന്തിനാണ് വന്നത്, എന്താണ് താൻ ചെയ്യേണ്ടുന്നതെന്ന്. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് 40 ദിവസത്തെ ആ പ്രാർത്ഥന, മരുഭൂമിയിൽ വെച്ചുള്ള ഉപവാസം, സ്നാനം കഴിഞ്ഞപ്പോൾ കർത്താവിനെ അറിയാമായിരുന്നു. അതിനകം പിതാവുമായിട്ടുള്ള 40 ദിവസത്തെ സംഭാഷണം, ആ കാര്യങ്ങളെല്ലാം താൻ പറയേണ്ടുന്നതും പ്രവർത്തിക്കേണ്ടുന്നതും എല്ലാം അവിടെ വെച്ച് കാണിച്ചു കൊടുക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോഴെല്ലാം കർത്താവിന് പൂർണ്ണ ബോധ്യമുണ്ട് താൻ വധിക്കപ്പെടേണ്ടതാണ്. താൻ വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് താൻ ബലിയാകേണ്ടതായിരുന്നു. അതുവരെയുള്ള മൃഗബലി നിർത്തണം, രക്തം ചൊരിഞ്ഞുള്ള ബലി, മറ്റ് ബലികൾ നിർത്തണം. അതൊരു പരിഹാരമല്ല എന്നുള്ള അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു താൻ ജീവിച്ചത്. അതിനുവേണ്ടിയുള്ള തീവ്രമായ പ്രവർത്തനമായിരുന്നു ഓരോ സമയത്തും അദ്ദേഹത്തിൻ്റെ. യേശുവിൻ്റെ ആ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും വാക്യങ്ങളും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ചില വിഡ്ഢികൾ, കുബുദ്ധികൾ എവിടെയെങ്കിലും ഒരു വാക്യം വായിച്ചും കൊണ്ട് വല്ലതും പറഞ്ഞ് കേട്ടുകൊണ്ട് എഴുതി വച്ചിരിക്കുന്നത് കണ്ടതും കൊണ്ടോ വന്ന് പുലമ്പുന്നത് പോലെയല്ല. ഇതൊക്കെ ചെയ്യുന്നവർ എന്തെങ്കിലും പറയുകയും കമൻ്റ് ഇടുകയോ അതല്ലെങ്കിൽ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നവർ ആദ്യം ഇത് മനസ്സിലാക്കണം. ബൈബിൾ വ്യക്തമായിട്ട് വായിക്കണം. എനിക്കിത് മനസ്സിലാക്കണം, സത്യം എനിക്കറിയണം. ഞാൻ സത്യം അറിയാൻ വേണ്ടിയാണ് ഞാനിത് കയ്യിലെടുത്തതെന്ന് ആദ്യം അത് പറഞ്ഞ് പറയണം. എന്നിട്ട് വേണം, അത് ആ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയോടുകൂടി വേണം വായിക്കാൻ. അപ്പോൾ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. വെളിപ്പെടുത്തിയിട്ട് അത് കിട്ടാതെ ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾക്കൊന്നും പോകരുത്. എന്ത് വിഡ്ഢിത്വം, അവഹേളനവുമാണ്, നിങ്ങളുടെ വിവരമില്ലായ്മ, ബുദ്ധിശൂന്യതയാണ് അതെല്ലാം അവിടെ കാണിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കർത്താവിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പൂർണ്ണ ബോധ്യത്തോടെ അതിനു വേണ്ടി തന്നെ ആയിരുന്നു ഒരുങ്ങുന്നതെന്ന് ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകാത്ത ഏതൊരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകും. അതുകൊണ്ട് മുൻവിധിയോടുകൂടി വായിക്കരുത്. തെറ്റുകളും ദുഷ്ടതകളും കണ്ടുപിടിക്കണം, എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് അന്നത്തെ നിയമജ്ഞരും പുരോഹിതരും ഫരിസേയ പ്രമാണികളും ദേവാലയ സംഘം 72 സൻഹെദ്രീൻ അംഗങ്ങളും ചെയ്തതുപോലെ 72 അംഗങ്ങളും ഇല്ലായിരുന്നു. പകുതിയും ക്രിസ്തുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരായിരുന്നു. അവർക്ക് പരസ്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്തതായിരുന്നു എന്നും ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാരെ എഴുന്നേൽപ്പിച്ചു. ഈ പ്രാർത്ഥനയിടയ്ക്ക് അവിടെ മാലാഖയെ അയക്കുന്നുണ്ട്. കർത്താവ് 3 പ്രാവശ്യം ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ആശ്വസിപ്പിക്കാൻ ആത്മാവുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുന്ന് ദൂതനെ അയച്ചു. പിതാവ് നേരിട്ട് പറയുകയല്ല, ഇതാ നീ ഇത് കുടിച്ചേ പറ്റത്തുള്ളൂ. ഈ പാനപാത്രം, അതായത് കാസായും കൊണ്ട് ദൂതൻ വന്ന് നിൽക്കുന്ന ആ പടം കാണുമ്പോൾ അത് കാസായും കൊടുത്താണ്ട് കുടിക്കാൻ കൊടുത്തു എന്നുള്ളതല്ല. അത് സൂചിപ്പിക്കുന്നത് പാനപാത്രം എന്ന് പറയുന്നത് കൊണ്ടാണ്. ഈ പാനപാത്രം കഴിച്ചേ പറ്റുകയുള്ളൂ. അത് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ശിഷ്യന്മാരോട്, യോഹന്നാനോടും യാക്കോബിനോടും അവരുടെ അമ്മയോടും പറയുന്നുണ്ട്. തൻ്റെ രാജ്യത്തിൻ്റെ പ്രധാന സ്ഥാനങ്ങൾ രണ്ടു പേർക്കും, ഇവർക്ക് 2 പേർക്കോട്ട് വലത്തു വിടത്തു ഇരുന്ന് ഭരണം നടത്താനുള്ള അധികാരം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ പാനപാത്രം ഞാൻ മുങ്ങുന്ന സ്നാനവും ഞാൻ കുടിക്കുന്ന പാനപാത്രവും നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ഇതാണ്. കാരണം ഈ ക്ലേശങ്ങളും ദുരിതങ്ങളും ഈ പീഡനങ്ങളും ഈ ഒരു ലോകത്തെ ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ആ പീഡനങ്ങൾ, വേദനകൾ, ക്രൂരമായ പീഡനങ്ങൾ ഏതാണ്ട് ഒരു 10-16 മണിക്കൂറോളം സമയം
ഈ പീഡനങ്ങൾ അവിടുന്ന് 16-18 മണിക്കൂറോളം അവിടുന്ന് ഈ വേദന സഹിച്ച്, ഇത്രയും വേദനകൾ, ഇങ്ങനെ കൊടിയ വേദന സഹിച്ച് മരിക്കുന്നവർ ആരുമില്ലായിരുന്നു. മാനസികമായി, ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും തൻ്റെ നിന്ന് കൃപകളും സന്തോഷങ്ങളും സുഖങ്ങളും സ്വീകരിച്ചവർ തന്നെയാണ് അതിന് നിന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കഴുതപ്പുറത്ത് കയറി അവിടുന്ന്, ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ജെറുസലേം മലയുടെ, ദേവാലയം നിൽക്കുന്ന മലയുടെ താഴ്വരയിൽ കൂടെ വന്നപ്പോൾ വലത്തോട്ട് തിരിഞ്ഞിട്ട് അന്റോണിയോ ഫോർട്ടാണ്, റോമൻ പട്ടാളത്തിൻ്റെ ബാരക്കാണ്. അവിടെ പോയി എല്ലാവരെയും മോചിപ്പിക്കൂ എന്നാണ്. അവരെയെല്ലാം നിലം പരിശാക്കി അവരെയൊക്കെ ഇല്ലായ്മ ചെയ്ത് ഉന്മൂലനം ചെയ്തവരെ ഇവിടുന്ന് ജനത്തെ ഈ ഭരണം ഇല്ലാതാക്കും, റോമൻ ഭരണം ഇല്ലാതാക്കി ഇസ്രായേലിൻ്റെ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുമെന്ന്. എന്നിട്ട് യേശു തന്നെ തൻ്റെ സമൃദ്ധിയിൽ അവരെ പോഷിപ്പിച്ച് ലോകത്തിന് പിന്നെ അന്ത്യമില്ല, മിശിഹ തന്നെ ഭരിക്കുമെന്നാണ്. പിന്നെ അന്ത്യമില്ലാത്ത നാളുകൾ, അങ്ങനെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ആളുകൾ, അതിന് അന്ത്യമില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ജനത്തിന് നോക്കിയപ്പോൾ അങ്ങോട്ട് പോയില്ല. ദേവാലയത്തിൽ പോയപ്പോൾ ഇവർ ദേവാലയ അധികൃതരും എല്ലാവരും, ആ ഫരിസേയ പ്രമാണിമാരും വിചാരിച്ചു ഒരുപക്ഷെ അവൻ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, തങ്ങൾക്കും കാര്യമാണല്ലോ, അപ്പോഴവൻ്റെ കൂടെ അങ്ങ് കൂടിയേക്കാം എന്ന് വിചാരിച്ച്. എന്നിട്ട് കർത്താവ് അങ്ങോട്ടല്ല പോയി, ദേവാലയത്തിലോട്ട് പോയി, അവിടെ ശുദ്ധീകരിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും, അപ്പോഴാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു, ഇവരെല്ലാം ഉപദേശിക്കുന്ന ജനങ്ങളോട്, നിങ്ങൾ കണ്ടില്ലേ, ഇവൻ നിങ്ങളെ പറ്റിക്കുകയാണ്, ഇവൻ മിശിഹായല്ല. മിശിഹായാണെങ്കിൽ മിശിഹ സാമ്രാജ്യം, അടുത്ത ദാവീദിൻ്റെ സാമ്രാജ്യം, ഇവിടെ ഇസ്രായേലിൻ്റെ പഴയ സാമ്രാജ്യം സ്ഥാപിക്കണം. അത് അവൻ ചെയ്തില്ല, നിങ്ങളെ പറ്റിക്കുകയാണ്, ഒരിക്കലുമില്ല. അതുകൊണ്ട് റോമാക്കാർ ഇനിയും ഇവിടെ ഇതുപോലെ വിപ്ലവം കാണിക്കുമ്പോൾ റോമാക്കാർ ഇവിടെ വന്ന് ഇവിടെ കീഴടക്കി നമ്മളെ നശിപ്പിക്കും പൂർണ്ണമായിട്ട് എന്ന് അവർ പറഞ്ഞ് ജനത്തിനെ നേരെ തിരിച്ച് ഇളക്കി വിട്ടു. അത് സാധാരണ സംഭവിക്കുന്നതാണ് പലയിടത്തും, ലോകരാജ്യങ്ങളുടെ ചരിത്രത്തിലെല്ലാം ധാരാളമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു തന്ത്രമാണ് അവരവിടെ വിനിയോഗിച്ചത്. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ അവിടെ ആർത്തു വിളിച്ചത് അവരെ ക്രൂശിക്കണമെന്ന്. പക്ഷേ എല്ലാ ജനങ്ങളും വന്നില്ല, ചുരുക്കം ചിലർ അവർ പണം കൊടുത്ത് പണം വാങ്ങിയവർ. പിന്നെ അവരുടെ ആശ്രിതർ, അടിമകളായിട്ട് കഴിയുന്ന ഓരോരുത്തർക്കും 100, 150, 300 അടിമകൾ കാണും. അവരും എല്ലാവരും കൂടെ കൂടിയപ്പോൾ നല്ല ഒരു ജനസഞ്ചയമുണ്ട്. അവരെല്ലാവരും കൂടെയാണ് ആർത്തു വിളിച്ചത്, അവിടെ കർത്താവിനെ ക്രൂശിക്കണം, അവൻ ശിക്ഷ അർഹിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോഴങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അവിടെ കർത്താവിനറിയാം ഒറ്റുകാരൻ ദാ വരുന്നു, യൂദാസിനെ അവിടെ പെസഹ സമയത്ത് കൊടുത്തല്ല, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നു. അവനോട് പറഞ്ഞു, നീ ചെയ്യാനുള്ളത് ഉടനെ പോയി ചെയ്യുക എന്ന്. കാരണം കർത്താവ് അവിടെ പെസഹ സമയത്ത് ഏറ്റവും കൂടുതൽ ക്ഷമിച്ചു. ആ ക്ഷമയുടെ പര്യായ പദമാണ് വിശുദ്ധ കുർബാന. അവിടുന്ന് ക്ഷമിച്ചുകൊണ്ട് തന്നെ ഒറ്റിക്കൊടുത്ത് തൻ്റെ ജീവൻ തന്നെ ഇഞ്ചിഞ്ചായിട്ട് ജീവൻ അപഹരിക്കാനുള്ളവൻ അവന് തന്നെയാണ് ആദ്യം കൊടുത്തത്. യോഹന്നാനും ഏറ്റവും ഇളയവന് പെസഹ ഭക്ഷണം, അപ്പം ആദ്യം കൊടുക്കാതെ യൂദാസിന് മറികടന്ന് യൂദാസിന് കൊടുത്തതിൻ്റെ അർത്ഥം അതാണ്. ഞാൻ പൂർണ്ണമായിട്ട് ക്ഷമിച്ചു. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ ക്ഷമിക്കണം, പൂർണ്ണമായിട്ട് ക്ഷമിച്ചിട്ടേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ. കർത്താവാണ് അവിടെ അതിൻ്റെ മാതൃക കാണിച്ചു തന്നത്. യൂദാസിന് കൊടുത്തു, സർവ്വതും അവൻ ചെയ്യാനിരിക്കുന്നത് സർവ്വതും അവനോട് ക്ഷമിച്ചിട്ടാണ് അവന് അത് കൊടുത്തത്. അവൻ പോയി അവരുമായിട്ട് വന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 47-ാം വാക്യത്തിൽ 12 പേരിൽ ഒരുവനെ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടി പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെ അടുക്കളയിൽ നിന്ന് വാളും വടികളുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഈ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ചില്ലറ പേരല്ല, വളരെയേറെ പേരുണ്ടായിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഒരു അടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ പിടിച്ചുകൊള്ളുക. അവൻ പെട്ടെന്ന് യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു, ഒരിക്കലും കർത്താവെ എന്ന് അവൻ വിളിച്ചിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാവരും കർത്താവെ എന്ന് വിളിച്ചിരുന്നു. അവൻ ഗുരു എന്നാണ് വിളിച്ചിരുന്നത്. ഗുരുവിനെ തള്ളിക്കളയുന്നവരുണ്ട്, പലപ്പോഴും പറയുന്നവരുണ്ട്. കർത്താവായിട്ട് സ്വീകരിച്ചവനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. അവനാണ് കർത്താവ്, കർത്തൃത്വം നടത്തുന്ന നമ്മുടെ മേൽ.
അത് അതുകൊണ്ട് യൂദാസ് ഒരിക്കലും അങ്ങടതില്ല. ഗുരു സ്വസ്തി, സ്വസ്തി എന്ന് തന്നെ ഏറ്റവും ഉന്നതമായ ആ വാക്ക് തന്നെ ഉപയോഗിച്ചു. ഇവിടെ ബൈബിളിൽ യൂദാസിനും യേശുവിനും കന്യാമറിയത്തിനും മാത്രമേ ഇവിടെ സ്വസ്തി പറയുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം സമാധാനമാണ്. യേശു തിരിച്ചു കൊടുക്കുന്നത് സമാധാനമാണ്. ആ വീഡിയോ ഞാൻ 3 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, സ്വസ്തിയും സമാധാനവും തമ്മിലുള്ള വ്യത്യാസത്തിൽ. ചിലർ പറയും, ചിലപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന സഭയായാലും അതിൽ പറയും സുറിയാനി വാക്കാണ് സമാധാനം, ശല്ലോം എന്ന്. സ്വസ്തിയും അത് തന്നെയാണ് എന്ന് പറയും. അല്ല, രണ്ടിനും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ 2 കാര്യത്തിൽ മാത്രമായിട്ട് ഇവിടെ പറയത്തില്ല. സുവിശേഷകർ അറിയാൻ വയ്യാഞ്ഞിട്ടില്ല, പറയത്തില്ല. അപ്പോൾ അതിൻ്റെ വ്യംഗ്യാർത്ഥങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ സന്ദർഭങ്ങളും ആവശ്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. സ്നേഹിത, നീ എന്തിനാണ് വന്നതെന്നപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ കൈ നീട്ടി വാൾ ഊരി പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി. അത് പത്രോസായിരുന്നു. പത്രോസ് വാളെടുത്തിരുന്നു. കർത്താവ്, ഇതിനാണ് ഇവിടെ ക്രിസ്തു വിരുദ്ധർ പറയുന്നത്. ചിലർ കർത്താവ് എത്ര പേടിത്തൊണ്ടനായിരുന്നു, ഭയമുണ്ടായിരുന്നു, വാള് കരുതാൻ അവരോട് പറഞ്ഞിരുന്നു. കർത്താവ് പറഞ്ഞിരുന്നില്ല, നീ പണം അവരെ ശുശ്രൂഷയ്ക്ക് 12 പേര് 72 പേരെയൊക്കെ അയച്ചപ്പോൾ മടിശീല എടുക്കണ്ട, പാണ്ടക്കെട്ട് എടുക്കണ്ട, ആയുധങ്ങൾ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞ് ഇപ്പം പറയുന്നു മടിശീല എടുക്കണം, അതിൽ പണമില്ലെങ്കിൽ പണം വിറ്റ് വാൾ വാങ്ങുക എന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? ധനമാകുന്ന ആസക്തി, ധനത്തിലുള്ള ആസക്തിയൊക്കെ ഉപേക്ഷിച്ച് നീ വചനം സ്വീകരിക്കണം. അത് എന്ന് പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തിയാണ്. അവർക്കറിയാവുന്ന ഭാഷയിൽ അത് വാൾ സ്വീകരിച്ച് അവരെ ഭയന്നും അവർ ഭയപ്പെട്ട് കർത്താവിൻ്റെ ഉപദേശങ്ങളും പീഡകൾ സഹിച്ച് താൻ ഈ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് മരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിതറിപ്പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു, ആശങ്കയോടും ഒടുക്കലിലത്തോടും കൂടിയാണ് കഴിഞ്ഞിരുന്നത് ആ സമയങ്ങളിലെല്ലാം. അപ്പോൾ അതുകൊണ്ട് അവരെ ശക്തിപ്പെടുത്താനാണ് പറഞ്ഞത്, നിങ്ങൾ എല്ലാം വിറ്റ് നിങ്ങൾ വാൾ വാങ്ങുക. ഇനി വേറെ കാര്യം അതിന് വ്യംഗ്യമുള്ളത്, അത് വചനമാണ് വാളെന്ന് പറയുന്നത്. വായ്ത്തലയുള്ള വാൾ എന്നാണ് വചനത്തെ പറയുന്നത്. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ തന്നെയാണ്. അത് ഹൃദയത്തെ മുറിക്കും, നമ്മുടെ ബോധതലങ്ങളെ മുറിക്കണം. അങ്ങനെ അവർ ആ വചനത്തിൽ സ്ഥിരപ്പെടുത്തണം. അവർ വിജയിക്കണം. ആ വാളുകൊണ്ട്, ആ വചനം കൊണ്ട് അവർ വിജയിക്കണം. ആ വചനം ഏതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രബോധനമാണ്, അതാണ് വചനം, അല്ലാതെ മറ്റു വചനങ്ങളല്ല. അതിനും വേറെ ചില വ്യാഖ്യാനങ്ങളും കൊണ്ട് ഓരോരുത്തർ വരും. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇതൊക്കെ വായിച്ച് ഗ്രഹിക്കാതെ അല്ലെങ്കിൽ പഠിക്കാതെ ഒന്നും പറയരുത്. പഠിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണം. അതിനുവേണ്ടി അത് അറിയാൻ വേണ്ടിയായിരിക്കണം, അല്ലാതെ തിന്മയ്ക്ക് വേണ്ടി ദുഷ്ടതയ്ക്ക് വേണ്ടിയാകരുത്. അപ്പോൾ കർത്താവ് തന്നെ ആ ചെവി ഛേദിച്ചവൻ്റെ ചെവിക്കാണ് വെട്ടുകൊണ്ടത്. പത്രോസിൻ്റെ ഭയവും എല്ലാം അത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. കഴുത്തിന് വെട്ടിയത് ചെവിയിലാണ് ചെവി ഛേദിച്ചു. കർത്താവ് തന്നെ അതെടുത്ത് സുഖപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് നീ ഉറയിലിടുക. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവരും ഗ്രഹിച്ചില്ലായിരുന്നു. വാൾ വാങ്ങുക, വാൾ കരുതിക്കൊള്ളുക എന്ന് പറഞ്ഞത്. കർത്താവിൻ്റെ വചനം ഇതൊക്കെ ഉണ്ട്. അത് കർത്താവ് എന്തെല്ലാം സഹിക്കണം, എന്തെല്ലാം ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വചനമുണ്ട്. ആ വചനത്തെ എടുത്തുകൊള്ളുക, മുറുകെ പിടിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. അതവർക്ക് അത്രത്തോളം പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടുന്ന് പറഞ്ഞു, തൻ്റെ ദൂതന്മാർ എനിക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെന്നറിഞ്ഞെങ്കിൽ, എനിക്ക് ഇവരുടെ ഇന്ന് രക്ഷപ്പെടണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് 53-ാമത്തെ വാക്യത്തിൽ ഉടൻ തന്നെ അവിടുന്ന് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്തു ചെയ്യും? ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്ന് നീ വിചാരിക്കുന്നുവോ? അതായത് വളരെ വലിയ ഒരു സൈന്യത്തെ അയച്ചു തരികയില്ലെന്ന് വിചാരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണം എന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും? ഈ വിശുദ്ധ ലിഖിതമാണ് വാൾ. അത് കരുതിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ഇതൊക്കെ സംഭവിക്കുമ്പോൾ പരിഭ്രമിക്കരുത്. അതിനാണ് ഈ ലിഖിതം നേരത്തെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്. കർത്താവ് പലപ്പോഴും പറഞ്ഞപ്പോൾ അവരുടെ ചിന്തയെപ്പോലും സാമ്രാജ്യ പുനഃസ്ഥാപനമാണ്, എന്നത്തേക്കുള്ള സാമ്രാജ്യം. അവിടുത്തെ ഭരണകാരായിട്ട് കർത്താക്കളായിട്ട് അവർക്ക് ഇരിക്കാൻ കഴിയുന്നതിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു അവർക്കെല്ലാം. അപ്പോൾ കർത്താവിൻ്റെ ഇതിനു മുൻപൊക്കെ കർത്താവിനെ കണ്ടപ്പോൾ അവർക്ക് പിടിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ആ സമയമായിരുന്നില്ല. അതുകൊണ്ടാണ്
അപ്പോൾ വിശുദ്ധ ലൂക്കായും പറയുന്നുണ്ട്, അവിടെ ആ ചെവിയൊക്കെ ഛേദിച്ച ഛേദിക്കപ്പെട്ട മനുഷ്യൻ്റെ പേരും പറയുന്നുണ്ട് മൽക്കോസ് എന്നാണ്. അത് മൽക്കീസ് എന്ന് സുറിയാനിയിൽ അറമായ ഭാഷയിൽ പറയും. അങ്ങനെ ഓരോ ഭാഷയിലും ഓരോ ഉണ്ട്. ഇപ്പോൾ യേശു എന്നുള്ള പേര് പോലും ഈശോ എന്നുള്ള പേര് പോലും അറിയാൻ വയ്യാത്തവരുണ്ടായിരുന്നു. യേശു എന്നുള്ള പേരേ ഉള്ളൂ. നിങ്ങൾ കത്തോലിക്കർ പേര് മാറ്റി കർത്താവിൻ്റെ യേശുവിൻ്റെ പേര് മാറ്റി. എന്ത് വിഡ്ഢിത്തങ്ങളൊന്നും അറിയാൻ വയ്യാത്തവർ എഴുതരുത്, പറയരുത്. കാരണം ഒന്നും അറിയാൻ വയ്യാത്ത പാവപ്പെട്ട ജനങ്ങൾ, ക്രിസ്ത്യാനികളല്ലാത്തവർ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് പോകും. മാറ്റിയവർ നിങ്ങളാണ്, അല്ലാത്തവരാണ്. കത്തോലിക്ക സഭയിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഒരൊറ്റ ബൈബിളേ ഉള്ളൂ. ആദ്യത്തെ ഒരു ക്രിസ്ത്യാനി മുതൽ ഇന്ന് വരെയും അതേ ഉള്ളൂ. അത് ഇന്ന് വരെ അന്യോന്യമായിട്ട് വായിക്കപ്പെടുന്നു, അത് പ്രഘോഷിക്കപ്പെടുന്നു. മറ്റുള്ളവർ പിന്നീട് ഓരോരുത്തരും പിരിയുമ്പോൾ അവരവരുടെ ആവശ്യത്തിന് മാറ്റി തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടാത്തത് അത് മാറ്റിയിട്ട് ആ നിലനിൽപ്പിന് ആവശ്യമുള്ളത് മാത്രം എടുത്തു. അല്ലെങ്കിൽ മുഴുവനും കൊണ്ട് നടന്നാൽ അവരുടെ കള്ളത്തരം എല്ലാ ജനങ്ങളും അറിയും. അതുകൊണ്ട് അത് മാത്രം അവർ പഠിപ്പിക്കുന്നു. പേര് അതുപോലും അറിയാൻ വയ്യ. ഇപ്പോൾ ആ പേരുകളുടെ ഓരോ ആ ഭാഷയിലുള്ള പേരുകൾ, അതാണ് ഞാൻ അതിൻ്റെ അത് എഴുതിയിരുന്നു. അപ്പോൾ പത്രോസിനെയും തള്ളിപ്പറഞ്ഞ ഒരു കാര്യം, അതാണ് ചിലർ എടുത്ത് പറയുന്നത്. പത്രോസിൻ്റെ പ്രമാദിത്വത്തിൽ ജോബി ആൽവിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പെന്തക്കോസ്ത് പാസ്റ്റർ, വലിയ പണ്ഡിതനാണെന്ന് പറയുന്നത്. ഒരു ചുക്കും അറിയാൻ വയ്യ, ABCD പോലും അറിയാൻ വയ്യ. പത്രോസ് ഇവിടെ ബൈബിൾ എന്തുകൊണ്ടാണ് തള്ളിപ്പറയുന്നത്? പത്രോസിൻ്റെ ആ അമിതമായ ആത്മവിശ്വാസം പാടില്ല. ഒരു മനുഷ്യൻ അവൻ തെറ്റിലേക്ക് തിന്മയിലേക്ക് നയിക്കും. അതാണ് പറഞ്ഞത്, ഞാൻ നിന്നോടുകൂടി മരിക്കാനും തയ്യാറാണ്, എൻ്റെ ജീവൻ കളയാനും തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നീ എന്നെ 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് തള്ളിക്കളയും. അവിടെ കോഴികളൊന്നുമില്ല കേട്ടോ, ജെറുസലേമിൽ അവിടെ കോഴികളില്ല. പിന്നെ അവിടെ എന്താണ് ആ കോഴി കൂവുന്നവർ കോഴി കൂവുന്ന പൂവൻ കോഴി കൂവുന്നത് പോലുള്ള ബ്യൂഗിൾ ആണ് കാഹളം പട്ടാളക്കാരുടെ. അത് മുഴക്കും ഓരോ സമയം അവർ ഷിഫ്റ്റ് മാറുന്നതിന് വേണ്ടി പട്ടാളക്കാരുടെ. അപ്പോൾ അത് മുഴക്കുമ്പോൾ അത് ഇനിയും വെളുപ്പാൻ കാലത്തെ അത് മുഴക്കുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിക്കളയും എന്നാണ് പറഞ്ഞത്. അവിടെ കോഴിയുണ്ടെന്നൊന്നുമല്ല പറഞ്ഞത്, അവിടെ കോഴികളില്ല. അപ്പോഴങ്ങനെ അവർ ന്യായവിസ്താരത്തിനായിട്ട് കൊണ്ട് അവിടെ ന്യായമല്ല അവിടെ നടന്നത്, അന്യായമാണ് നടന്നത്. ഇവിടെ ഒരാളെ വിസ്തരിക്കണമെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് ചാർജ് ഷീറ്റ് കൊടുക്കണം. അവരെ പിടിക്കുന്നതിന് കർത്താവ് പറഞ്ഞു, ഇവർ പോയിക്കോട്ടെ, ശിഷ്യന്മാർ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഞാൻ തന്നെയാണത്, എന്നെ വിളിച്ചുകൊള്ളുക, ശിഷ്യന്മാർ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ പോയത്. അല്ലെ അവർ വിട്ടിട്ട് ഓടിപ്പോയെന്നല്ല, അവർ മാറി. എന്നിട്ട് ശിഷ്യന്മാർ പത്രോസും പോയി, യോഹന്നാനും അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു. പത്രോസ് ഇടയ്ക്ക് അവരും തെറ്റുപറ്റി തിരിച്ചു വന്നു. അപ്പോൾ അത് നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ പറയുന്നവർ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഉള്ള കാര്യങ്ങളൊന്നും അവർ പിടിച്ചു കെട്ടി കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുള്ള ആ നിബന്ധനകളുണ്ടായിരുന്നു. ആദ്യം അവൻ്റെ കുറ്റാരോപണം ചാർജ് ഷീറ്റ് കൊടുത്തില്ല. കുറ്റാരോപണങ്ങൾ തെളിയിക്കപ്പെട്ട് അവന് ബന്ധപ്പെട്ടവർക്ക് അത് കൊടുക്കണമായിരുന്നു, അറിയിപ്പ് കൊടുക്കണം. അത് ചെയ്തിട്ടില്ല. പിന്നെ സന്ധ്യയായാൽ അറസ്റ്റ് പാടില്ല. ഇതിവിടെ രാത്രിയിലാണ്, പാതിരാത്രിക്കാണ് നടക്കുന്നത്. അതൊന്നും നിയമത്തിൽ അന്ന് വരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ചരിത്രത്തിൽ. പിന്നെ വിചാരണ നടത്തേണ്ടുന്നത് ഉന്നത അധികാര സമിതി സൻഹെദ്രീൻ സഭയാണ്. കാരണം അറസ്റ്റ് ചെയ്തത് അവരാണ്. അറസ്റ്റ് ചെയ്തത് ഇസ്രായേൽ യഹൂദ മേധാവികളാണ്, അല്ലെ പീലാത്തോസ് റോമൻ അധികാരികളല്ല. അപ്പം അവർ ആണ് കോടതി കൂടേണ്ടുന്നത്. ആ സഭയാണ് കോടതി. അവിടെ സാക്ഷികൾ വേണം, 2 സാക്ഷികളെങ്കിലും വേണം. വ്യക്തമായിട്ട് പറയുന്നത് അത് വ്യക്തമായിരിക്കണം, അത് തെളിയിക്കാൻ സാധിക്കണം സാക്ഷികൾക്ക്. പക്ഷേ അപ്പോൾ അവിടെ ഇത് കോടതിയിലെ സൻഹെദ്രീൻ സംഘത്തിലെല്ലാവരും ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് പേര് അവർ എന്തുവാ ഇപ്പോഴത്തെ അവൈലബിൾ ബ്യൂറോ കൂടുന്നത് പോലുള്ള ബ്യൂറോ കൂട്ടലായിരുന്നു അത്. അതെല്ലാം രണ്ടും കണക്കാണ്. അതുപോലാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ വന്നു പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരുതരം അവിയൽ പരുവത്തിലുള്ള കുറച്ച് പേര് അവർ പ്രധാനപ്പെട്ടവർ കൂടി, അതാണ് അവൈലബിൾ, അവരവിടെ കൂടി. അതങ്ങനെയുള്ള നിയമമൊന്നും യഹൂദ സംഘത്തിനില്ല. മതത്തിന് അങ്ങനെയുള്ള കോടതിക്ക് അങ്ങനെയുള്ള നിയമമില്ല. അപ്പോൾ അതും തെറ്റിച്ചു. ഇനി 4 സാക്ഷികളില്ലാതെ കൂടിയിട്ട് സാക്ഷ്യം പറഞ്ഞ് കള്ളമാണെന്ന് തെളിഞ്ഞാൽ ആ സാക്ഷികൾ വധിക്കപ്പെടണം.
അവരും കുറ്റക്കാരാണ്. ഇവിടെ പറഞ്ഞതെല്ലാം കള്ളസാക്ഷ്യങ്ങളാണ്. അവർ സാക്ഷികളെ കർത്താവിനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ അന്വേഷിക്കുന്നത്. പരസ്യമായിട്ട് ഇനി സാക്ഷ്യം പറയാനുള്ളവർ വാ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം പണം കൊടുത്ത് ഏൽപ്പിച്ചിരുന്നവർ വന്ന് ഓരോന്ന് പറയുന്നു, അതൊന്നും തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പോഴവർ അറ്റ കൈക്ക് അവർ അവസാനം പുരോഹിതൻ എന്ന് പറയുന്ന ആൾ തന്നെ പറയുന്നുണ്ട്, ദൈവദൂഷണം തെളിയിക്കണം. ദൈവദൂഷണം തെളിയിച്ച് അവനെ കല്ലെറിഞ്ഞ് കൊല്ലാം. ഇനി റോമൻ ഭരണാധികാരികളും വേണ്ട. പക്ഷേ യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറ്റത്തില്ല. കാരണം ആ പെസഹ തിരുനാളിന് മുൻപ് ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഓശാന പാടിയവർ രാജാവിനെ എതിരേറ്റപ്പോൾ അവർ ജനങ്ങളെല്ലാം ഇളകി വശ ഒരൊറ്റ ജനതകളെ അവരല്ലാതെ ആരുമില്ലായിരുന്നു യേശുവിൻ്റെ കൂടാത്തവരായിട്ട്. അപ്പോൾ അവർ പറയും, ജനങ്ങളെല്ലാം ഇളകും, പെരുന്നാളിന് അവനെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, പിടിക്കാൻ പറ്റത്തില്ല. ചതുവിൽ പിടിക്കാമെന്ന് ആലോചിച്ചപ്പോൾ അതും പറ്റത്തില്ല. കാരണം ജനങ്ങൾ ഇളകി വശാകും, തങ്ങൾക്ക് എതിരാകും, തങ്ങളെ കൊന്നുകളയും. അതുകൊണ്ട് അത് അവർക്ക് അതുകൊണ്ട് നടന്നില്ല. അപ്പം സാക്ഷ്യം പറയാൻ ആരെയും കിട്ടുന്നില്ല. അപ്പോഴയാൾ ദൈവദൂഷണം പറഞ്ഞാൽ ഇതൊന്നും വേണ്ട, ഇത്രയും അവർ കേട്ടുപിടിക്കുന്ന അവരുടെ ആളുകൾ മാത്രം മതി. അപ്പോൾ അവിടെ കല്ലെറിഞ്ഞ് കൊല്ലാനും പറ്റത്തില്ല, അവനെ കുരിശിൽ തറച്ച് ഇഞ്ചിഞ്ചിഞ്ചായിട്ട് തന്നെ കൊല്ലണം. അതായിരുന്നു അവരുടെ ആ വിചാരം. അത് കുരിശിൽ തറയ്ക്കാൻ അവർക്ക് അധികാരമില്ല. അങ്ങനെ ശിക്ഷിക്കുന്നതിന്, ജീവൻ അപഹരിക്കാൻ അങ്ങനെയുള്ള ശിക്ഷകൾ കൊടുക്കുന്ന റോമൻ അധികാരികൾക്കേ പറ്റത്തുള്ളൂ. അവരുടെ ഭരണമാണ് നടത്തുന്നത്. അപ്പോൾ സങ്കീർത്തനം 11-12 വാക്യങ്ങൾ പറയുന്നുണ്ട്. 11-12 നീച്ച സാക്ഷികൾ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നീച്ച സാക്ഷികൾ എഴുന്നേൽക്കുമെന്ന് പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ തന്നെയാണ്. ഇങ്ങനെ പലരും വന്ന് പറഞ്ഞു പോയല്ലോ. അവസാനം പുരോഹിതൻ തന്നെ പറയുന്നു, നീ ക്രിസ്തു ആണോ എന്ന് ചോദിച്ചപ്പോൾ നീ അങ്ങനെ ക്രിസ്തു തന്നെ, യേശു തന്നെ അവിടുന്ന് അസന്ദിഗ്ധമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ പറയും, നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ തന്നെ എല്ലാം കേട്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട, അവൻ മരണത്തിനർഹനാണെന്ന് എല്ലാവരും കൂടെ ആർത്ത് വിളിക്കാൻ പറഞ്ഞപ്പോൾ അവർ ആർത്ത് വിളിച്ചു. ഇപ്പോൾ വിശദമായിട്ട് ഒരുപാട് വിശദീകരിച്ച് പറയാനുള്ള സമയങ്ങളില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ ക്ലാസ് വരുന്നുണ്ടല്ലോ പുറകെ, ബൈബിൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് തുടർച്ചയായിട്ട്. അപ്പോഴെല്ലാം വളരെ വിശദീകരിച്ചായിരിക്കും പഠിപ്പിക്കുന്നത്, ഇതുവരെ പഠിപ്പിച്ചതുപോലെ. അപ്പോൾ അങ്ങനെ അവർ കർത്താവിനെ അവിടുന്ന് മരണശിക്ഷയ്ക്ക് അവരെ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അവിടെ പോയപ്പോൾ വിപ്ലവകാരിയാണെന്നും പറഞ്ഞാണ്, റോമൻ ഭരണത്തിന് വിപ്ലവകാരിയാണെന്നും ഭരണത്തിനെതിരായിട്ട് അവൻ സംസാരിച്ചു എന്നും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് അവർ കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരിക്കൽ നമ്മൾ കണ്ടു, സീസറിന് നികുതി കൊടുക്കുന്ന കാര്യം പറഞ്ഞ് ചോദിക്കുന്നത്. നികുതി ചോദിക്കുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുമോ, ഇവർക്ക് കൊടുക്കണോ, ഇതിൽ കൊടുക്കുന്നത് ന്യായമാണോ റോമൻ ഗവൺമെൻറ്റിന്? അപ്പോൾ കർത്താവ് പറഞ്ഞ് സീസറിന് കൊടുക്കണം, ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കണം, നാണയം കാണിച്ചിട്ടു. അപ്പോൾ അവർക്ക് അവിടെ പിടിക്കാൻ പറ്റിയില്ല. അവർ അവിടെ വെച്ച് കർത്താവ് സീസറിന് കൊടുക്കണ്ട, റോമൻ ആധിപത്യത്തിന് നികുതി കൊടുക്കണ്ട എന്ന് പറയുമെന്നാണ് അവർ വിചാരിച്ചെങ്കിൽ ഉടൻ തന്നെ പിടിക്കണം, അവിടെ അറിയിപ്പ് കൊടുക്കണം, എല്ലാവരുമായിട്ട് സാക്ഷികളായിട്ട് ചെന്ന് കേസറിയയിൽ പോകണം. കേസറിയയാണല്ലോ പീലാത്തോസിൻ്റെ ആസ്ഥാനം, ഗവർണർമാരുടെ ആസ്ഥാനം. അപ്പോൾ അങ്ങനെ അതും നടന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അവർക്ക് ഇങ്ങനെ നീണ്ടു പോകേണ്ടതായിട്ട് വന്നത്, സ്വന്തമായിട്ട് അവർ ഉണ്ടാക്കേണ്ടുന്നതായിട്ട് വന്നത്. ഏതായാലും കർത്താവ് അതിന് കീഴ്പ്പെടേണ്ടുന്ന സമയമായപ്പോൾ അതിന് കീഴ്പ്പെട്ടു. ഇനി വധശിക്ഷ കൊടുക്കണമെന്ന് മുൻകൂട്ടി അവർ നിശ്ചയിച്ച് വെച്ചിരുന്നു. മുൻകൂട്ടിയുള്ള വിധി പ്രസ്താവം ആയിരുന്നു. അപ്പോൾ ഇനി ദേവാലയം, പിന്നെ ഒന്ന് പറയാം, ദേവാലയം നശിപ്പിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇന്ന് 3 ദിവസം കൊണ്ട് വേറെ പണിയുമെന്ന് ഓരോരുത്തർ വന്ന് പറയുന്നു. നിങ്ങൾ നശിപ്പിച്ചാൽ ഞാൻ പണിത് ഉയർത്താമെന്നാണ് കർത്താവ് പറയുന്നത്. അല്ലാതെ ഈ ദേവാലയം, കർത്താവാകുന്ന ഈ ദേവാലയം, അതായത് ശരീരം, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാലയമാണ്. നശിപ്പിച്ചാലും പണിത് ഉയർത്തുമെന്നാണ് പറഞ്ഞത്. എന്നെ നശിപ്പിച്ചാൽ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അതൊന്നും അവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് പീലാത്തോസിൻ്റെ മുൻപിൽ വിപ്ലവകാരിയാണെന്ന് പറയുന്നു. പക്ഷേ പീലാത്തോസ് അവരുടെ മുൻപിൽ വെച്ചാണ് വിസ്തരിച്ചപ്പോൾ അവരിൽ ഒരു തെറ്റും
ഒരിക്കലും കാണുന്നില്ല. പീലാത്തോസ് തിരിച്ചു വന്ന് പറയും, ഞാൻ ഇവനെ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ വിസ്തരിച്ചുവല്ലോ, ഒരു തെറ്റ് ഞാൻ ഇവൻ്റെ മുൻപിൽ ഞാൻ കാണുന്നില്ല എന്ന് പീലാത്തോസ് പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 4-ാമത്തെ വാക്യം, ഒരു കുറ്റവും ഞാൻ ഇവരിൽ കാണുന്നില്ല. അവരാടെ നിർബന്ധപൂർവ്വം ഇവൻ ഗലീലി മുതൽ ഇവിടം വരെ യൂദായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു പറയുന്നു. അവിടെ ഈ സമയത്ത് യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3 പ്രാവശ്യം അവിടെ യഹൂദയിൽ വിപ്ലവം നടന്നു. അതാണ് ഇവരിവിടെ ബലമായിട്ട് പറയുന്നത്. അതുപോലൊരു വിപ്ലവകാരിയാണെന്ന്. ആ വിപ്ലവകാരികളാണ്. ഒന്ന് അവിടെ യേശുവിൻ്റെ അടുത്ത് കുരിശിൽ തൂക്കാനായിട്ട് നിർത്തി 2 കള്ളന്മാരെന്ന് പറഞ്ഞ ടിസ്മാസ് ആൻഡ് ദുമാക്കസ്, ഇങ്ങനെ 2 പേര്. അപ്പോൾ അവർ പിന്നെ ബറബാസ് ജയിലിൽ കിടക്കുകയാണ്. വിപ്ലവം കഴിഞ്ഞു, എല്ലാവരും ഒളിവിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവൻ പലപ്പോഴും പതുങ്ങിയിരുന്ന് വേഷപ്രച്ഛന്നായിട്ട് നടന്ന് റോമൻ പട്ടാളക്കാരെ കൊല്ലുക, 4 പേരെ കൊന്നു. അങ്ങനെയാണ് അവൻ ബറബാസ് ജയിലിലായത്. അപ്പോൾ അവനും ഈ വിധി ദിവസം അവനെയും ക്രൂശിക്കപ്പെടേണ്ടുന്ന ദിവസമായി. അപ്പോൾ അവൻ്റെ വിധി നടപ്പാക്കണമായിരുന്നു. അപ്പോൾ അത് നടപ്പാക്കുന്ന ദിവസമായപ്പോൾ അത് അവിടെ കഴിയുകയാണ് അവൻ അതും കാത്ത്. അപ്പോൾ അങ്ങനെ ഈ സാഹചര്യത്തിൽ പീലാത്തോസിനെ റോമൻ ഭരണകൂടത്തെ ഒന്ന് ഇളക്കാം, ഇവൻ ആ കൂട്ടത്തിൽപ്പെട്ടവനാണെന്നും പറഞ്ഞു. അതുപോലെ യവനും തുടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം അത് റോമൻ സർക്കാരിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ഒരുത്തനെ അവർ വെറുതെ വിടുകയില്ല, അവർ ജീവിക്കാൻ അനുവദിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവർ ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പുരോഹിതൻ വസ്ത്രം കീറിയെന്ന് പറയുന്നു. അവിടെ ലേവ്യർ 10:6 പറയുന്നുണ്ട്, അവൻ വസ്ത്രം കീറാൻ പാടില്ല. ഇതെല്ലാം കേട്ടിട്ട് അവൻ ദൈവദൂഷണം പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പുരോഹിതൻ വസ്ത്രം കീറി. ആ വസ്ത്രം കീറാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. പ്രധാന പുരോഹിതൻ വസ്ത്രം കീറിയെങ്കിൽ അവൻ്റെ വസ്ത്രങ്ങളെല്ലാം അവൻ കുറേശ്ശെ കീറിയെന്നാണ്. അപ്പോൾ അങ്ങനെ കീറുമ്പോൾ അവൻ പ്രതിഷേധം കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ താൻ പറഞ്ഞ് ഉറപ്പിക്കുന്നതാണ്, അതിൻ്റെ സൂചനയാണത്. അപ്പോൾ അങ്ങനെ കീറിയെങ്കിൽ അവൻ പ്രധാന സ്ഥാനത്തിന് ആചാര്യസ്ഥാനത്തിന് അവൻ അർഹനല്ല, അവൻ കൊല്ലപ്പെടണം. അവൻ്റെ ജനവും അതോടെ ശപിക്കപ്പെട്ട ജനങ്ങളായി മാറും. അതാണ് അവൻ അവിടെ ചെയ്തത്. അതുപോലെ തന്നെ പിൽക്കാലത്ത് അപ്പോൾ അവിടെ സംഭവിക്കുകയും ചെയ്തു. അവരുടെ ഭരണം അധികം നാൾ നിലനിന്നില്ല. 2 ആക്രമണങ്ങളിൽ കൂടെയും 70 70-ലും 69-70 ഇതൊക്കെ നടക്കുന്ന 29-ലേക്ക് ആയപ്പോഴത്തേക്കാണ് കാലഘട്ടം. അപ്പോൾ 69-70-ലും 136-ലുമായിട്ട് അതിൽ സമ്പൂർണ്ണ നാശം അവിടെ സംഭവിച്ചു. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തതിൻ്റെ ഫലം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സംഭവിച്ചു. വസ്ത്രം കീറുക മാത്രമല്ല, തലമുണ്ഡനം ചെയ്യാൻ പോലും അവർക്ക് അധികാരമില്ല, പുരോഹിതന്മാർക്ക് അതിനുള്ള അവകാശമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ 6 കൂട്ടം പറഞ്ഞു. ഈ 6 കൂട്ടം അവരുടെ നിയമങ്ങളിലുള്ളത് ഒരുത്തനെ കുറ്റവാളിയായിട്ട് വിസ്തരിച്ച് അവനെ വിധിക്കാൻ ഉള്ള ഈ 6 കൂട്ടം അവിടെ പാലിച്ചില്ല. അതിന് നേരെ കടകവിരുദ്ധമാണ് ചെയ്തത്. ഈ കള്ളസാക്ഷ്യം പറഞ്ഞവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ല, അവരെ കൊന്നില്ല, അവർക്ക് ശിക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് കർത്താവ് അവിടെ പിടിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വീഡിയോയും കൂടെ ഇന്ന് തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ചെയ്യും. എങ്കിലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് കേട്ടവരെല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിൽ എനിക്ക് ഇപ്പോൾ പറ്റുന്നില്ല, അത് റിലീസായി കിട്ടുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവർ യൂട്യൂബിൻ്റെ ലിങ്കാണ് ഞാൻ എല്ലാവർക്കും ഫേസ്ബുക്കിലുള്ളവർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാം അയച്ചു കൊടുക്കുന്നത്. അവർ അത് കേട്ട് മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കണം. കിട്ടാത്തവർ അയച്ചു കൊടുത്ത് എല്ലാവരെയും ഇത് അറിയിക്കണം. കാരണം ഈ സത്യാവസ്ഥകളൊക്കെ എല്ലാവരും അറിഞ്ഞ് എല്ലാവരും ബോധ്യവാന്മാരാകണം. അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകളും അറിയിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ.